സാമാന്യ ബുദ്ധി പ്രയോഗിച്ചിരുന്നെങ്കിൽ ഒഴിവാക്കാവുന്ന ഒരു സംഭവം സർക്കാരിന് മാനക്കേടുണ്ടാകുന്ന തരത്തിലേക്ക് വളർത്തിയെടുത്തു. എങ്ങനെ ജനങ്ങളെ പോലീസിനും സർക്കാരിനും എതിരാക്കാം എന്ന് ഗവേഷണം നടത്തുന്ന ആരോ ആണ് ഇതിൻ്റെ പിന്നിലുള്ളത് എന്നെനിക്ക് തോന്നുന്നു. ഈ സർക്കാരിൻ്റെ ആൾക്കാർ പറഞ്ഞാൽ കേൾക്കാത്തതുകൊണ്ടാണോ ഈ സർക്കാരിൻ്റെ വ്യക്താക്കൾ തന്നെ പത്രപരസ്യം കൊടുത്തിരുന്നത്? അതൊക്കെ PRDക്ക് പരസ്യം കൊടുക്കാൻ പാടില്ല. പത്രങ്ങളൊക്കെ എങ്ങനെ നിൽക്കുന്നത്? എന്നോട് താങ്കൾ ഈ ചോദ്യം ചോദിച്ചാലോ? PRD പരസ്യം കൊടുക്കാനുള്ളതാണ്. അവർ ഏത് പരസ്യവും കൊടുക്കും. ജനങ്ങളാണ് തീരുമാനിക്കുന്നത് അത് വിശ്വസിക്കണോ വേണ്ടയോ എന്ന്. പത്രത്തിന് പരസ്യം ഇല്ലെങ്കിൽ ഞാനും ഒരു പത്രാധിപരാണ്. പത്രങ്ങൾ പൂട്ടിപ്പോകും. പോലീസ് നടപടി തെറ്റായി പോയത് പൊതുജനവും CPI എല്ലാം വിശ്വസിക്കുമ്പോൾ മുഖ്യമന്ത്രിയും CPM-ഉം അത് വിശ്വസിക്കുകയില്ല. അങ്ങനെയൊന്നുമില്ല. അങ്ങനെയൊന്നും നിങ്ങൾ വ്യാഖ്യാനിക്കുന്നത് പോലെയൊന്നും സംഭവങ്ങളായിട്ടില്ല. പോലീസ് റിപ്പോർട്ട് തള്ളിക്കളയണമെന്ന നിലപാടാണോ CPI-യുടെ? അത് ഗവൺമെൻറ്റാണ് തീരുമാനിക്കുന്നത്. ഓരോ രാഷ്ട്രീയ പാർട്ടികളും ഓരോ റിപ്പോർട്ടിനെ കുറിച്ച് ചർച്ച ചെയ്ത് അഭിപ്രായം പറയാറില്ല. അതൊരു വല്ലാത്ത കീഴ്വഴക്കമാണ്. എന്താണ് റിപ്പോർട്ടെന്ന് അറിയാതെ തള്ളിക്കളയണമെന്ന് ഞാൻ ഇങ്ങനെയാണ് പറയുന്നത്. അത് ഗവൺമെൻറ് വായിച്ചു നോക്കി അത് പഠിച്ച് പരിശോധിച്ച് ഗവൺമെൻറ് പറയട്ടെ. അതാണ് ശരിയായിട്ടുള്ള കാര്യം. ഇല്ല, ഇപ്പോൾ ചാനലുകളുടെ മുന്നിൽ പരസ്യമായി പറയാനുള്ള ഒരു കാര്യമില്ല. ഞങ്ങൾ ജാമ്യം എടുക്കും. പ്രതിക്കൂട്ടി നിന്നാൽ ജാമ്യം എടുക്കണമല്ലോ. ഞങ്ങൾ ജാമ്യം എടുക്കാം. അതിനെ നിങ്ങൾ അനുവദിക്കണം. ഇല്ല, ഉണ്ടാകണം എന്ന് അത്യാവശ്യമുള്ളത് കൊണ്ടാണല്ലോ ഞാനിവിടെ വന്ന് അവരെ കണ്ടതും അവരുടെ അഭിപ്രായങ്ങൾ ബന്ധപ്പെട്ടവരെ അറിയിക്കുന്നതും എല്ലാം ചെയ്യുന്നത്. അത് പരസ്യമായി ഇപ്പോൾ അങ്ങനെ ഒന്നും പ്രതികരിക്കാൻ ഞാനിപ്പോൾ ആഗ്രഹിക്കുന്നില്ല. നമുക്ക് കാത്തിരുന്ന് കാണാം.